ഈ ഒരു ഇല ഇങ്ങനെ ഒന്ന് ചൂടാക്കി തലയിൽ തേച്ച് നോക്കൂ. അടപടലം നമ്മുടെ താരൻ, പുറ്റുപിടിച്ച താരൻ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ പൂർണ്ണമായി വളർച്ച മുരടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ മുടി വളരാൻ വേണ്ടിയിട്ടും ഈ ഒരു ഹെയർ സൊല്യൂഷൻ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിളായിട്ട് നമ്മുടെ താരൻ, അതായത് നമ്മുടെ തലയിൽ നോക്കുമ്പോഴത്തേക്ക് നല്ല പുറ്റുപിടിച്ച താരൻ, അതായത് നമ്മൾ ഇളക്കുന്ന സമയത്ത് അത് പാടയോടെ ഇളകി വരും. അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സൊല്യൂഷൻ നല്ല ഒരു സംരക്ഷണ കവചം നൽകും കേട്ടോ. താരം എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്, പക്ഷെ എല്ലാവരും അത്, ചില ആൾക്കാർക്ക് ഡ്രൈ സ്കാൽപ്പ് വരാറുണ്ട്. ആ ഡ്രൈ സ്കാൽപ്പിനെ താരനെന്ന് വിചാരിച്ചിട്ട് താരനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ അങ്ങനെ സാധാരണ നമ്മൾ ചെറുതായിട്ടൊന്ന് തലേന്ന് ചൊറിയുന്ന സമയത്ത് പൊടിയായിട്ട് ഇളകുന്നതാണെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അത് നമ്മൾ എണ്ണയും അതുപോലെ തന്നെ വെള്ളവും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അതുപോലെ തന്നെ പൂർണ്ണമായും നമ്മുടെ മുടി വളർച്ച മുരടിച്ച് പോയെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാലും, ചെറിയ മുടികൾ കിളിർത്ത് വന്നിട്ട് അത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നെന്ന് തോന്നിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സാധനം മതി കേട്ടോ. ഇതിൻ്റെ നീര് മതി നമ്മളുടെ തലയിലെ എല്ലാ പ്രശ്നവും മാറി മുടി നല്ല സമൃദ്ധമായി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഞവരയില, അല്ല എങ്കിൽ പനിക്കൂർക്കയുടെ ഇല. ഞങ്ങളുടെ ഇവിടെ ഞവരയില എന്നാണ് പറയുന്നത്. ഞവരയിലയ്ക്കൊപ്പം നമുക്ക് വേണ്ടത് ഹെയർ ഓയിലാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡാബർ ആംലയാണ് കേട്ടോ. നിങ്ങൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഇതിലേക്ക് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന ഡാബർ ആംലയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം കേട്ടോ. നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ പൂർണ്ണമായി മാറാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഇത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആംലയാണ്, അതായത് നെല്ലിക്ക. അടുത്ത് വേണ്ടത് നമുക്ക് ഒരു പപ്പടം കുത്തിയാണ്. പപ്പടം കുത്തി അല്ല എങ്കിൽ നമ്മുടെ ഈർക്കിലായാലും മതി കേട്ടോ. ഈർക്കിൽ അതിൻ്റെ ഓലയെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഈർക്കിൽ നല്ല നീറ്റായിട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം വേണ്ടത് നമ്മുടെ ഇലയാണ് മെയിൻ. ഇനി ഈ ഇലയെല്ലാം ഞാൻ തണ്ടോടെ എടുക്കുന്നുണ്ട്. ചെറിയ ഈ തണ്ടോടെയാണ് എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു 7-8 ഇല മതിയാവും കേട്ടോ. നമുക്ക് ദൂരെ വച്ചതിന് ശേഷം ഇത് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുക്കുമ്പോൾ ഇതൊന്ന് കുഴഞ്ഞ പരുവത്തിലാവും. ആ സമയത്ത് നമുക്കിത് മാറ്റാവേ. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം തീ കുറച്ച് കൊടുക്കാവേ. കാരണം ഇപ്പം ഗ്യാസിനൊക്കെ ഭയങ്കര വിലയും കിട്ടാൻ പാടുമാണ്. അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ചൂടാക്കി എടുക്കാവേ. ജസ്റ്റ് ചൂടാക്കുന്ന സമയത്ത് തന്നെ ഇത് കുഴഞ്ഞൊന്ന് വരും. നമ്മൾ തിരിച്ച് മറിച്ചൊന്നും വെച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ കുഴഞ്ഞ് വരും. കരിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് വരുന്നത് വരെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇത് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഈസി ആയിട്ട് ഇളകിപ്പോരും. ബാക്കി ഇലയും കൂടെ നമുക്കിതുപോലെ ഒന്ന് കുത്തി വെച്ച് ചൂടാക്കി എടുക്കാവേ. ഇനി ഞാൻ വേണമെങ്കിൽ വേറൊരു രീതി പറഞ്ഞുതരാം. അതായത് നമ്മൾ തണ്ടോടെയാണ് എടുത്തിട്ടുള്ളത് അല്ലേ. ഈ തണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാവേ. ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കാണിച്ചു കൊടുത്താൽ മതി. നല്ലവണ്ണം ഇത് റെഡിയായി കിട്ടും കേട്ടോ. കുഴഞ്ഞിരിപ്പുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്ക് അതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാവേ. കുഴഞ്ഞു വരുന്നുണ്ട്. അടുത്തതും കൂടെ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹെയറിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മാർട്ടായിട്ട് നിന്ന ഇലയെല്ലാം ചൂടായപ്പോൾ കുഴഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പം ഞാൻ തണ്ടും കൂടി എടുക്കുന്നുണ്ടേ. തണ്ടെന്ന് പറയുമ്പോൾ ഇലയോട് ചേർന്ന ഭാഗമാണ്. ഇതാണ് ഉദ്ദേശിച്ചല്ലാതെ ഈ വലിയ തണ്ടല്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ഇനി ചെറിയ ചൂടോടെ തന്നെ നമുക്കിതിൻ്റെ ഇലയെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഞെരടിയിട്ട് ഒന്ന് പിഴിഞ്ഞാൽ മാത്രം മതി. നല്ല രീതിയിൽ അതിൻ്റെ ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ നമ്മുടെ സ്കാൽപ്പിലത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മുടിയിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇല എടുക്കാവുന്നതാണ്. മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതായത് നമ്മുടെ മുടിയുടെ തുമ്പിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്കാൽപ്പിലെ പ്രശ്നമാണെങ്കിൽ ഇത്രയും തന്നെ ധാരാളം. ഇത് സ്പ്രേ ബോട്ടിലാക്കിയോ അല്ലെങ്കിൽ നമ്മുടെ വിരൽ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ കോട്ടൺ തുണി കൊണ്ടോ പഞ്ഞി കൊണ്ടൊക്കെ നമുക്ക് തലയിൽ ചെറുതായിട്ട് ഡിപ്പ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമിതമായിട്ട് താരനുള്ളവരാണെങ്കിൽ ആ ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അവിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ താരനൊന്ന് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായി ഇളകി പോകത്തുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് തലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഈ ഒരു ഹെയർ സൊല്യൂഷൻ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴ്ചയിൽ 2 ദിവസം നമുക്ക് വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും തന്നെ വേണ്ടി വരത്തില്ല. നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സൊല്യൂഷൻ സഹായിക്കും.